1000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം ചുവന്നു തുടുത്തതിന് ശേഷം വീണ്ടും 1000 കൊല്ലം കൂടി അള്ളാഹു കത്തിച്ചപ്പോ ആ നരകം വല്ലാതെ വെളുത്തു പോയത്രേ. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. ആ നരകം വല്ലാതെ കറുത്തു പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നരകത്തിലേക്കാണ് ദുഷിച്ച ജനങ്ങളെ അള്ളാഹു പ്രവേശിപ്പിക്കാൻ പോകും. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും അള്ളാഹു കത്തിച്ചു നരകത്തെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കണം. ആ നരകത്തിലേക്കാണ് ഇന്നത്തെ ചെറുപ്പക്കാര് ഹാൻസ് വെക്കുന്നവർ, കള്ളു കുടിക്കുന്നവര്, കഞ്ചാവ് വലിക്കുന്നവര്, എനിക്ക് പോകാൻ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവർ ആ നരകത്തിലേക്കാണ്. അള്ളാഹു ആശ്രയിക്കട്ടെ. മനസ്സിലാക്കണം മോനെ, എന്താണ് നരകമെന്ന്. നരകം എന്താണെന്ന് നീ മനസ്സിലാക്കുക. ഞാൻ ആദ്യം കൊണ്ട് അത് പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാ, നബിയേ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നബിയേ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരട്ടെ നബിയെ. അനുയായികളുടെ ആവശ്യമാണ്. ചോദ്യം ആരോട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്തതിഉ ലക്കും, നിങ്ങൾക്കത് കേൾക്കാനുള്ള കഴിവില്ല സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള താക്കത്തുണ്ടാവൂല, നിങ്ങളത് കേട്ടു നിൽക്കാൻ കഴിയൂല സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ബോധം പോകും. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, ബോധം പോകും. ഞാൻ ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക, ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ, ഏറ്റവും ലഘുവായ ശിക്ഷ. ഇത് പഠിച്ചിട്ട് ഓരോരുത്തരും മനസ്സിലാക്കിക്കോ എന്താണ് നരകമെന്ന്. قال رسول الله صلى الله عليه وسلم إن أهون أهل النار عذابا من له نعلان وشراقان. إن أهون أهل النار عذابا من له نعلان وشراقان. സഹാബത്തെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയല്ലയോ നിങ്ങൾ ചോദിക്കുന്നത്? അത് പറഞ്ഞ് ഞാൻ നൽകിയാൽ നിങ്ങൾക്കത് കേട്ട് നിൽക്കാൻ കഴിയൂല സാബ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അഹ്വനായ, ഏറ്റവും ലഘുവായ, ഏറ്റവും നിസ്സാരമായ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാ. അത് പഠിക്കണേ സാബ. إنه أهل النار عذابا. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് 2 ചെരുപ്പങ്ങ് കൊടുക്കുമത്രേ. ഒരു ജോഡി ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുമത്രേ. വശറാഖാൻ. ആ ചെരുപ്പിന് 2 വള്ളിയുണ്ട്. ഓരോ ചെരുപ്പിനും 2 വള്ളിയുണ്ട്. ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 വള്ളികളുണ്ട്. 2 വള്ളിയുള്ളൂ. ഓരോ കാലിലോട്ട് ഇങ്ങോട്ട് കയറ്റി. ബിനാബി ഷൂ ധരിച്ചവർ, അല്ലാതൊക്കെ ഷോക്സ് ധരിച്ചവർ, ചെരുപ്പില്ലാതെ നടന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് ഹറാമുകൾ തിന്ന് രമിച്ചുകൊണ്ട് നടന്ന ആളുകൾക്ക് നരകത്തിലേക്ക് കടക്കുമ്പോ അത് ആ കാലിലേക്ക് ചെരുപ്പ് ധരിപ്പിക്കുക. എങ്ങനത്തെ ചെരുപ്പ്? 2 വള്ളികളുണ്ട്. 2 വള്ളികളുണ്ട്. അതങ്ങോട്ട് കാലിലേക്ക് മുട്ടുമ്പോ തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയാം, يغلي منهما دماغه كما يغلي المرجل. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. നരകത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾക്ക് ചെരുപ്പ് ധരിപ്പിക്കുമത്രേ. തീനാറുള്ള
ചെരുപ്പാണ് തീയിനാലുള്ള ചെരുപ്പാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. യഗ്ലി മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലു. അവന്റെ തലച്ചോറ് മുഴുവനും വെന്തുരുകി പുറത്തേക്ക് വരുമാറ് ഭീമാകാരമാകുന്ന ചൂടുകൾ അവന്റെ കാലിലൂടെ, അവന്റെ ഉദരത്തിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അന്നനാളത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ തലയിലേക്ക് വന്നുകൊണ്ട് അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാലിലെ ചെരുപ്പിട്ടതുള്ള കാലിന്റെ അടിയിലെ ചൂട് ഇങ്ങോട്ട് വന്നിട്ട് തലച്ചോറ് വെന്തുരുകി വെളിയിൽ വരും നബിയുനാ റസൂലുള്ളാഹി. അതാണ് നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നരകത്തെ കാണിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നരകത്തെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്ര ഭീമാകാരമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയെ പറഞ്ഞു വിടുകയാണ്, മലക്കിനെ പറഞ്ഞു വിടുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കും, മഹ്ശറയിലേക്ക് പറഞ്ഞേക്കും, നിങ്ങൾ പോയിട്ട് നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാമിനോട് പറയും. മാലിക് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ചെന്നിട്ട് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, ഈ കത്തിജ്വലിക്കുന്ന നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് വരാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കും. ഖദ് അമറ റബ്ബുക തഹ്ദുറ ബിജഹന്നമ, ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ. നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമേ നിന്നോട് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. മാലിക് അലൈഹിസ്സലാം നിൽപ്പുണ്ട് നരകത്തെ കാക്കാൻ വേണ്ടി. നിങ്ങൾ നോക്ക്, ഒരു മലക്കിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ട് ആ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നരകത്തിന്റെ മുന്നിൽ. കാരണം നരകം എന്ന് പറയുന്ന അത്രമേൽ പ്രധാനമായ സംഗതിയാണ്. ആ നരകത്തെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിർത്തിയിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് ജനങ്ങളെ മുഴുവൻ ആളുകളെയും ഞാൻ നിറയ്ക്കുമെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. മനുഷ്യ ജിന്ന വർഗത്തെ കൊണ്ട് നരകത്തെ ഞാൻ നിറയ്ക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് എന്ന് പറയുന്നതാകുന്ന നരകത്തെ കാക്കുന്ന മലക്കിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹം തിരിച്ചു ചോദിക്കും, അയ്യോ മിൻ ഹാദാ, ഇതേത് ദിവസമാണ് ജിബ്രീലേ, ഇതേത് ദിവസമാണ് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി കൊടുക്കുമത്രേ. ഫയഖൂലു ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസറതി വന്നദാമ. ഇതാണ് ഖിയാമത്ത് നാൾ, ഇതാണ് ഖിയാമത്ത് നാൾ. യൗമുൽ ഹസറതി വന്നദാമ, ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും വിരഹത്തിന്റെയും പ്രയാസത്തിന്റെയും ദിനമാണ് ഇന്നത്തെ ദിനം. ദുനിയാവിൽ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിച്ചതാകുന്ന ആളുകൾക്ക് സന്തോഷമാണ്. അല്ലാത്തവർക്ക് പ്രയാസമാണ്, അല്ലാത്തവർക്ക് നൊമ്പരമാണ്. ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ട് നടന്നതാകുന്ന ആളുകളില്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നതായ ആളുകളില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നടന്നതായ സഹോദരന്മാരില്ലയോ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തുകൊണ്ട് ഏതെല്ലാം ഫ്ലാറ്റുകൾ തന്നെ ജീവിതത്തിലേക്ക് കിട്ടണമോ അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നടന്നതാക സഹോദരിമാരില്ലയോ, അവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം യൗമുൽ ഹസറതി വന്നദാമ, ഇന്ന് ഖേദത്തിന്റെ ദിനമാണ്, ദുഃഖത്തിന്റെ ദിനമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കുടനെ തിരിച്ചു ചോദിക്കുമത്രേ, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിമി,
അള്ളാഹു അവന്റെ സെറ്റുകൾ മുഴുവനും ഹാജരാക്കിയിട്ടുണ്ടോ? എല്ലാവരും ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വന്നിട്ടുണ്ടോ? എല്ലാവരും സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുമ്പോ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. മഹ്ശറയിലേക്ക് സർവരും എത്തിയിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മുന്നിൽ സർവരും പേടിച്ചുകൊണ്ട് നമ്രശിരസ്കരനായി സർവരും വന്ന് നിൽക്കുകയാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി തങ്ങളുടെ സമുദായം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പറയുമ്പോ നരകത്തെ കാക്കുന്നതായ മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമത്രേ, നാളെ നടക്കാനുള്ള സംഗതിയാണ് മുഅ്മിനേ, ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ, മനസ്സിലാക്കണേ, ഗൗരവത്തോടുകൂടി സാഗൂതം ശ്രദ്ധ ചെലുത്തണേ. ഇതൊരു തമാശ പറയുന്ന മജ്‌ലിസല്ല, കളിതമാശകൾ കേൾക്കുന്ന മജ്‌ലിസല്ല, നരകത്തെ കുറിച്ച് ബന്ധപ്പെടുത്തുന്ന മജ്‌ലിസാണ്. ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടക്കാതിരിക്കാൻ നമ്മുടെ ജീവിതം അമൽ കൊണ്ട് മുഖരിതമാക്കണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വീണ്ടും ചോദിക്കുമത്രേ, ഐന മുഹമ്മദുൻ വദുരിയതുഹു. ഹബീബായ നബി തങ്ങളുടെ സമുദായവും അല്ലാഹുവിന്റെ റസൂലും വന്നിട്ടുണ്ടോ? അവരെവിടെയാണെന്ന് പ്രത്യേകമായി എടുത്തു ചോദിക്കും മാലിക് എന്ന്. നബിയുനാ റസൂലുള്ളാഹി ഫയഖൂലു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുമത്രേ, വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. അല്ലാഹുവെന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ സർവരും മുട്ടിൽ കെട്ടിക്കൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയാ. നബിയേ നബിയേ, അന്ന് ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ 16,15,15,000 കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാകുന്ന വേളയിൽ ജനങ്ങൾ മുട്ടിൽ കെട്ടിയവരായി കാണാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം പറയും, എല്ലാവരും വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ നരകോട്ടങ്ങ് വന്നാൽ മതി. ഈ നരകവുമായിട്ട് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് വന്നാൽ മതി. മാലിക് അലൈഹിസ്സലാം ഉടനെ നരകത്തിന്റെ നേരെ തിരിയുകയാണ്. വഹിയ ഫീ ദായിറത്തിൽ ഹർഷ്. മഹ്ശറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതൊരു സ്ഥലത്താണോ നരകത്തെ പടച്ചത്, വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹ അല്ലാഹു തആല. അല്ലാഹു പടച്ചതാകുന്ന സ്ഥലത്ത് തന്നെയാണ് നരകം സ്ഥിതി ചെയ്യുന്നത്. നരകത്തെ എവിടെയാണ് അല്ലാഹു പടച്ചത്, അവിടെ തന്നെ നരകം നിൽക്കുക. നരകത്തെ എന്നിട്ട് മാലിക് അലൈഹിസ്സലാം ചെന്നുകൊണ്ട് വിളിച്ചിട്ട് വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങൾ മുഴുവൻ നിൽക്കുക. ഈ നരകം കൂടി വന്നിട്ട് വിചാരണ തുടങ്ങും. നരകത്തെ മുന്നിൽ എത്തിച്ചിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. എല്ലാവരും മഹ്ശറിൽ വന്ന് നിൽക്കുക. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം വരെ എല്ലാവരും വന്ന് നിൽക്കണം. എല്ലാവരും കൊടുക്കുക. ഇൻഷാ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. കാരുണ്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ നാട് തന്നെ ഏറ്റെടുത്ത സംഘടനയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. സാധു യുവതികളുടെ വിവാഹം, പാവപ്പെട്ടവരാകുന്ന സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ചികിത്സാധന സഹായം, വിദ്യാഭ്യാസ ചെലവ് എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ഒരു മുൻപന്തിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ബാക്കി വെക്കുന്നതാകുന്ന സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ നൽകുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട സർവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക്
നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടു. രണ്ടുപേർക്കും ഇടയിൽ നടന്ന സംഭാഷണമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അവസാനം മാലിക് അലൈഹിസ്സലാം നരകത്തേക്കാക്കുന്ന മലക്ക് മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നരകത്തെ വിളിക്കാൻ യാ നാറു ഖൂമി യാ നാറു ഖൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് പടച്ചതാകുന്ന നരകത്തിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ കാക്കുന്നതായ മലക്ക് വിളിക്കുകയാ യാ നാറു ഖൂമി അല്ലയോ നരകമേ നരകമേ എണീക്കണേ എണീക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ആ നരകം അങ്ങോട്ട് എണീറ്റ് നിൽക്കുമത്രേ. അല്ലാ അല്ലാ വലഹാ അർബഅതു ഖവായിം വലഹാ അർബഅതു ഖവായിം. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ ആ നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ, 4 കാലുകളുണ്ട് സഹാബാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുവട്ടൂരുള്ള ഉമ്മമാർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നരകമെന്ന് മനസ്സിലാക്കണേ, ഇതാണ് നരകമെന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. മദ്രസയിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഏതാനും കൊള്ളികൾ കൂട്ടിവെച്ച് കത്തിക്കുന്നത് പോലെയുള്ള ചെറിയ നരകമല്ല, ഏതാനും വിറക് കൊള്ളികളിട്ട് കത്തിക്കുന്നതായ നരകത്തെ കുറിച്ചല്ല കുമ്മന മുസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ നബിതങ്ങള് അവിടുത്തെ തിരുനാവിലൂടെ ആദരത്തിലൂടെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹാബത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തതായ നരകമാ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബാ വലഹാ അർബഅതു ഖവായിം. നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബാ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. ഓരോ കാലുകൾക്കിടയില് 4 കാലുകളുള്ളതായ നരകം. 2 കാലുകളാകുന്ന മനുഷ്യനെ പടച്ച റബ്ബ് ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു പടച്ചിരിക്കുന്നതിന്റെ ഇരട്ടിയാകുന്ന 4 കാലുകളുള്ളതായ നരകമാണ് നരകമാണ്. ആ നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴി ദൂരമുണ്ടത്രേ. ഓ ബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിലും 1000 കൊല്ലത്തെ വഴി ദൂരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കാലുകൾക്കിടയിലും 4 കാലുകളാണ്, ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തും വഴി ദൂരം. അപ്പൊ 4ാമത്തെ കാലിനെ അങ്ങോട്ട് എത്തുമ്പോ 4000 വർഷം എത്തും. 4000 വർഷം വഴി ദൂരമാണ്. അതിശീഘ്രഗമനമാകുന്ന ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്താൽ ദുനിയാവിലെ 1000 കൊല്ലം കൊണ്ട് അടുത്ത കാലിലേക്ക് അവൻ എത്താൻ സാധിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അങ്ങനത്തെ 4 കാല് ചിന്തിച്ചു നോക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തെ ആ നരകത്തിന് 30,000 തലകളുണ്ട് സഹാബാ. ഓരോ തലകളിലും 30,000 വായകളുണ്ട് സഹാബാ. ഓരോ വായകളിലും 2 ചുണ്ടുകളുണ്ട് സഹാബാ. ആ വായ്ക്കുള്ളിൽ 30,000 പല്ലുകളുണ്ട് സഹാബാ. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സഹാബാ. ഇതാ
وضعت حلقة من نار على جبل يذوب كما يذوب الرصاص. മുകളിലത്തെ ചുണ്ടിലുള്ളതാകുന്ന ആയിരക്കണക്കിന് ചങ്ങലകളിലെ ഒരു ചങ്ങലയെങ്ങാണം, ഒരു വട്ടക്കണ്ണി മാത്രമെങ്ങാണം, ഇദാ വദിഅത് ഹൽഖത്തും മിൻ നാർ അലാ ജബൽ, ഉയർന്നതാകുന്ന ഒരു പർവ്വതത്തിന്റെ നെറുകയിലേക്ക്, എവറസ്റ്റിന്റെ കൊടുമുടിയിലേക്ക് എങ്ങാണം അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹ് ലദാബ കമാ യദൂബു റസാസ്, ഈയം ഉരുകി ഒലിക്കുന്നത് പോലെ ആ പർവ്വതം ഉരുകി ഒലിക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത്. നരകത്തെ കുറിച്ച്, നരകത്തിന്റെ 4 കാലുകളാണ്. ഓരോ കാലുകൾക്കിടയിലും 1000 വർഷത്തെ വഴിദൂരമാ. നരകത്തിന് 30,000 തലകളുണ്ടത്രേ. ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ. ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ. 2 ചുണ്ടുകൾ വീതം ഓരോ വായയിലും ഉണ്ടത്രേ. ആ ഓരോ വായകളിലും മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ്. ആ ചങ്ങലകളിലുള്ള ഒരു വട്ടക്കണ്ണി മാത്രം ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കൊടുമുടിയാകുന്ന എവറസ്റ്റിന്റെ നെറുകയിലേക്ക് വെച്ചാൽ ലദാബ കമാ യദൂബു റസാസ്, അതിന്റെ ചൂടുകൊണ്ട് ഈ മുരുകി തീരുന്നത് പോലെ പർവ്വതം മുരുകി നിലത്തേക്ക് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. والذي بعثني بالحق نبيا, ഹബീബായ നബി തങ്ങളെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു തമ്പുരാനാണോ എന്നെ ഈ ഇസ്ലാമികമാകുന്ന ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകനായി എന്നെ നിയോഗിച്ചത്, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ ഉൽഖ ബൈന സമാഇ വൽ അർദ്, സഹാബത്തെ ആകാശഭൂമികൾക്കിടയിലെങ്ങാണം നരകത്തിൽ കടക്കുന്നതാകുന്ന മനുഷ്യർക്ക് ധരിപ്പിക്കുന്നതായ വസ്ത്രമുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം കൊണ്ടുവന്ന ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്ങാണം ഒന്ന് ബന്ധിപ്പിച്ചാൽ ലമാത ജമീഉൽ അർളി മിന്നതിനിഹാ ഔ മിൻ ഹുർരിഹാ, വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ, അതിൽ നടിച്ചു വീശുന്ന ചൂട് നിമിത്തമായിട്ടോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് കടക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വസ്ത്രം, അവിടെ ചെരുപ്പുണ്ട്, അവിടെ വസ്ത്രമുണ്ട്. ജയിലിൽ കിടന്ന ആളുകൾക്ക് 73, 83 എന്നൊക്കെ പറഞ്ഞ് ഫിറ്റ് ചെയ്തതാകുന്ന വസ്ത്രം ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ നരകത്തിൽ കിടക്കുന്നവർക്കതാ ഓരോരുത്തർക്കും ഓരോ വസ്ത്രം. ആ വസ്ത്രമെങ്ങാണം ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ അതിൻ്റെതാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ആതിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ലൗ ഫുതിഹ മൻ ഖർസൂരിൻ ബിൽ മശ്രിഖ് വറജുലും ബിൽ മഗ്രിബി ലഗലാ ദിമാഉഹു. ഈ ലോകത്തിന്റെ ഒരു കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിക്കൊണ്ട് ആ കാളക്കൂറ്റൻ്റെതാകുന്ന പിന്ദ്വാരത്തിന്റെ കണക്കെ നരകത്തിൽ നൽപ്പം ദ്വാരമുണ്ടാക്കി ഈ ഭൂമിയിലേക്കെങ്ങാണം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽപ്പം ചൂട് കടത്തിവിട്ടാൽ എന്താ പറയുന്നത്? ഈ ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കാളക്കൂറ്റനെ നിർത്തിയിട്ട് അതിന്റെ പിന്ദ്വാരത്തിന്റെ അളവ് അതിന്റെ പിന്താരം എന്താ വളരെ ചെറുതായിരിക്കും. ആ പിന്താരത്തിന്റെ അളവിലെങ്ങാണം ഒരു ചൂട്, ഈ നരകത്തിന്റെ ചൂട് സ്വല്പം ഈ ദുന്യാവിലേക്ക് അല്ലാഹു നൽകിയ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലൗ ഫുതിഹ മൻഖറു സൗരിൻ ബിൽ മശ്രിഖി വറജുലുൻ ബിൽ മഗ്രിബി. കിഴക്കൊരു കാളക്കൂറ്റയുടെ പിന്ദ്വാരത്തിൻ്റെതാകുന്ന അളവ് കണക്ക് അല്പമങ്ങാണം ദുനിയാവിലേക്ക് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ കടത്തിവിട്ടാൽ വറജുലുൻ ബിൽ മഗ്രിബി, ഈ ലോകത്തിന്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്താൽ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നതായ കാളക്കൂറ്റയുടെ ദ്വാരത്തിന് നിമിത്തമായിട്ട് കടിച്ചു വീശിയതാകുന്ന നരകത്തിന്റെ ചൂട് നിമിത്തമായി പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന്റെ തലച്ചോറ് തിളച്ചു പൊന്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടിഞ്ഞാറ് നിൽക്കുന്ന മനുഷ്യന് അവന്റെ തലച്ചോറ് തിളച്ച് ബന്ധുരുകി പുറത്തു വരാൻ നിമിത്തമാകും ചെറിയൊരു ദ്വാരം നരകത്തിൽ നിട്ടാൽ ഈ ഭൂമിയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു അതിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് നരകം? എന്താണ് നരകം? പഠിച്ചു വെക്ക നമ്മള്. വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ 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 വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ, ആകാശഭൂമികൾക്കിടയിലുള്ളതാകുന്ന സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടുകൊണ്ട് കത്തിച്ചാലും ലമാതൽ ജമീഉൽ അർളി മിന്നതിനിഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നമ്മൾ ഈ പറയുന്ന ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് ഈ പറയുന്നത് സഹോദരങ്ങളെ? ചെറുവട്ടൂരുള്ള തെങ്ങുകളെ കുറിച്ച് മാത്രമല്ല, ഈ ചെറുവട്ടൂരുള്ള വൃക്ഷലതാദികളെ കുറിച്ച് മാത്രമല്ല, ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും വെട്ടിക്കീറാക്കി വിറകാക്കി കൊണ്ടുവന്ന് അത് മുഴുവനും ഇട്ടുകൊണ്ട് കത്തിച്ചാലും ലമാത ജമീഉൽ അർളി മിന്നതിനിഹാ ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. കത്തിജ്വലിക്കുന്നതാകുന്ന ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും അത് മുഴുവൻ മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വിറക് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അതിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അതിരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ നരകം കണ്ണുകൊണ്ട് കാണാത്തതാകുന്ന 3 ആളുകളുണ്ട് സാബാ. നരകത്തെ കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത അഥവാ നരകത്തിൽ കടക്കാത്തതാകുന്ന സൗഭാഗ്യവാന്മാര് 3 പേരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കൂട്ടർ ആളുകൾ, 3 കൂട്ടർ. അവര് നരകത്തെ കാണൂല. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉറക്കാമീൻ പറയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സലാസുൻ ലാ തുറാ അയ്യുനുഹും അന്നാർ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 3 കൂട്ടരുണ്ട് സാബാ. അവർ നരകം കാണൂല അഥവാ നരകത്തിൽ അവർ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കൂട്ടരാളുകൾ. ആരൊക്കെയാണത്? അത് പറഞ്ഞ നമ്മുടെ സദസ്സംഗ ബിരിയ. ആരൊക്കെയാണ് 3 കൂട്ടർ? ഒന്ന് ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഐനുൻ ഗല്ലതൻ മഹാരിമില്ലാ. ഹറാം കാണാത്ത കണ്ണാണ്. ഹറാം ദർശിക്കാത്ത കണ്ണുണ്ടോ? ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവർക്ക് തീർച്ചയായും നരകം കാണേണ്ടി വരൂല അഥവാ നരകം അവരെ സ്പർശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ചിന്തിച്ചു നോക്ക്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എത്ര ഹറാമ് കണ്ടു, എത്ര ഹറാമ് കണ്ടു. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്നു. ജിയോ സിം മാർച്ച് വരെയുണ്ട് ഉസ്താദെ, അതുകൊണ്ട് നമുക്ക് റാഹത്തായി 1 GB എങ്കിലും കിട്ടുമല്ല. ഉള്ള GB വെച്ചുകൊണ്ട് നമ്മൾ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് സമയം കളിയാൻ അല്ലേ? എത്ര സഹോദരങ്ങൾ യൂട്യൂബിൽ കയറി പ്രഭാഷണങ്ങൾ കേട്ടു ആത്മീയമാകുന്ന മേഖലകളിലേക്ക് അവരുടെ നെറ്റ് കണക്ഷൻ മാറ്റിവെച്ചവർ എത്ര പേര്? ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര മുസ്ലിം സഹോദര സഹോദരിമാരാണ് ജിയോ സിം വാങ്ങിയിട്ട് അതിലൂടെ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര പേരാണ് മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും മാറ്റിവെച്ചത്? വേണ്ട, കണ്ണുകൊണ്ട് ഹറാമ് കാണരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. അന്യരാകുന്ന പരപുരുഷന്മാരെ ദർശിക്കരുതെന്നും അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ ദർശിക്കരുതെന്നും ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ചില സ്ത്രീകൾ കൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരെ അങ്ങോട്ട് കാണാം, പുരുഷന്മാർക്ക് ഞങ്ങളെ മാത്രമാണ് കാണാൻ പാടില്ല എന്ന് ധരിച്ച സഹോദരിമാർ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു മസല ഇല്ലല്ലോ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. അല്ലാതെ പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് ഏത് പുരുഷനെയും കാണാം എന്ന സമീപനം തെറ്റാണ്. അത് ആദ്യമേ തിരുത്തേണ്ടത്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ തൊട്ടിപ്പുറത്ത് പ്രവാചകന്റെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബിബി ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രവാചകന്റെ വലത്തും ഇടത്തും ഇരിക്കുമ്പോ ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി വരൻ അവിടേക്ക് കടന്നു വന്നു. കണ്ണ് കാണാത്ത മനുഷ്യൻ. എന്തിനാ ഞാൻ ഇത് തെളിവ് പറയുന്നത്? മുസ്ലിം സഹോദരിമാർക്ക് അന്യരാകുന്ന പുരുഷന്മാരെ കാണൽ ഹറാമാണ് എന്നതിന് തെളിവാണ് ഞാൻ ഈ ഹദീസ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് നിങ്ങളെ കാണൽ ഹറാം എന്നതുപോലെ നിങ്ങൾക്ക് അവരെ കാണലും ഹറാമാണ്. عن أم سلمة رضي الله تعالى عنها أنها قالت كنت عند النبي صلى الله عليه وسلم وعنده ميمونة. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലുണ്ട്, റസൂലുള്ളാഹിയുടെ അടുക്കൽ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുമുണ്ട്. അപ്പോഴാണ് ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി വരൻ അവിടേക്ക് കടന്നു വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഇബ്നു ഉമ്മി മക്തൂമിനോട് പറഞ്ഞു അത്രേ. ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു അത്രേ, ഇഹ്തജിബാ മിൻഹു ഇഹ്തജിബാ മിൻഹു, അല്ലയോ ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ, അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ. ഫഖാലതാ, രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്നതായ മനുഷ്യൻ സഹാബി വര്യൻ, അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, അന്ധനായ വ്യക്തിയല്ലയോ? ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ അറിയുകയോ തിരിച്ചറിയുകയോ ഇല്ലല്ലോ, ഞങ്ങളെ കാണുക പോലുമില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ എണീക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയാകുന്ന ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് അകത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ, കണ്ണ് കാണാത്ത മനുഷ്യൻ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് നബിയോട് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരിലുള്ള ഉമ്മമാര് പഠിക്കണേ, സഹോദരങ്ങൾ മനസ്സിലാക്കണേ. എല്ലാ ഭർത്താക്കന്മാരുടെയും കടമയാണ് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അന്യ പുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ ബിസിനസിന്റേതാകുന്ന ലാഭം കൊയ്യാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ ശരീരഭാഷകൾ കാണിക്കുന്ന ഡ്രസ് ഇട്ടിട്ട് ആ ഭർത്താവാകുന്ന മനുഷ്യ
മനുഷ്യൻ തന്റെ ഭാര്യയെ അന്യരാകുന്ന പരപുരുഷന്റെ കൈക്ക് പിടിച്ച് ശൈഖാന് കൊടുക്കുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കടന്നു വന്നില്ലയോ? റിയാലിറ്റി ഷോകളിലേക്ക് മക്കളെ പങ്കുകൊള്ളിക്കുന്നില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പാടില്ല ഉമ്മു സലമ, പാടില്ല ഉമൈമൂന, നിങ്ങൾ രണ്ടാളുകളും അകത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചില്ലയോ? അദ്ദേഹം കണ്ണു കാണാത്ത മനുഷ്യനല്ലയോ, ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചോദിച്ചില്ലയോ? ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെയോ? അഫഅമ്യാവാനിയന്തുമാ അലസ്തുമാ തുബസിറാനിഹി, അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ, അങ്ങോട്ട് ദർശിക്കുകയില്ലയോ? അത് പാടില്ല, ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും കടന്നു വന്നാലും ഭർത്താക്കന്മാര് പുറത്തിറങ്ങാതെ ഭാര്യമാരെ വെളിയിലേക്ക് ഇറക്കുന്ന സമ്പ്രദായം ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ കടന്നു വരുന്നുണ്ട്. മാറ്റിയെടുക്കണേ മുസ്ലിമേ, അപകടമാണ്, അപകടമാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പറഞ്ഞേക്കാന് ബസ് ഡ്രൈവർ വന്നാലും ക്ലീനർ വന്നാലും അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ചാടിക്കുഴഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര പ്രയാസങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേട്ടില്ലേ നിങ്ങൾ? മുബശ്ശിറ എന്ന് പറയുന്ന മാണിക്കോത്തുള്ള, കാസർഗോഡ് ജില്ലയിലെ മാണിക്കോത്തുള്ളതാകുന്ന മുബശ്ശിറ എന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞില്ലയോ? ആ പൊന്നുമോളെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കാണാനില്ല. പത്രമാധ്യമങ്ങൾ കൊടുത്തു. അവസാനം വാർത്ത അറിയപ്പെടുകയാണ്. 17 വയസ്സുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ, നിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂടെ ആ പെണ്ണ് ഒളിച്ചോടിയിരിക്കുകയാണ്. വാപ്പയും ഉമ്മയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വാപ്പയും ഉമ്മയും ലോകം മുഴുവനും തെണ്ടി നടന്നുകൊണ്ട് അന്വേഷിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണാനില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തിരിച്ചു കിട്ടാൻ അവർ പലവിധേനയും ശ്രമിക്കുകയാണ്. ആരാണിവിടെ കുറ്റക്കാര് സഹോദരങ്ങളെ? ആരാണിവിടെ കുറ്റക്കാര് സഹോദരിമാരെ? മാതാപിതാക്കളെ ശ്രദ്ധിക്കണ്ടയോ, ശ്രദ്ധിക്കണ്ടയോ? നമ്മുടെ മക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് മാത്രമായി നൽകരുതേ, ആത്മീയവും ഭൗതികവും കൂടി സമന്വയിപ്പിച്ച് കൊടുക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. 4ാം ക്ലാസ്സിലേക്ക് മക്കള് മദ്രസയിലെത്തുമ്പോൾ തന്നെ ഉസ്താദിന്റെ മുഖത്തടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പ്രായപൂർത്തിയുത്തി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് MBBS-ന് പറഞ്ഞുവിടുന്നതായ മാതാപിതാക്കളില്ലയോ? എഞ്ചിനീയറിന് പറഞ്ഞുവിടുന്നതായ മാതാപിതാക്കളില്ലയോ? നേഴ്സിംഗിന് വേണ്ടി BDS-ന് വേണ്ടിയൊക്കെ മക്കളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കള് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവിടെയെങ്ങും പ്രായപൂർത്തി ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല എങ്കിൽ പരിശുദ്ധ ദീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മറുപടി കൊടുക്കേണ്ടി വരുമേ. അള്ളാന്റെ മുന്നിൽ കൈകടിച്ച് നിന്നുകൊണ്ട് ഖേദിക്കേണ്ടി വരുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? ഇയാകും വൽ ജുലൂസ മഅൻ നിസാ, സഹാബത്തെ, സഹാബത്തെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സാബ. അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതിനെ സൂക്ഷിക്കണമെന്നല്ല റസൂലുള്ള പറഞ്ഞത്, നിങ്ങളോടൊപ്പം അന്യ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, ഏറ്റവും വലിയ അവയവമാണത്. കണ്ണ് ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചവൻ രക്ഷപ്പെട്ടു പോയി. നരകശിക്ഷയിൽ അവൻ കടക്കൂല, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐനുൻ ഗല്ലത അൻ മഹാരിമില്ലാഹ്, ഐനുൻ ഗല്ലത അൻ മഹാരിമില്ലാഹ്. ഹറാം കാണാത്ത കണ്ണാണ്, സിനിമ കാണാത്ത കണ്ണാണ്, സീരിയൽ കാണാത്ത കണ്ണാ, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കാണാത്ത പെണ്ണാണ്. അത്തരം
അത്തരത്തിലുള്ള കണ്ണുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഖേന പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് കടക്കേണ്ടി വരൂല, വിചാരണ എളുപ്പമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞപ്പോ ഒരു സ്വഹാബി വരെ എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫറൈതൽ ഹംവാ, നബിയേ നബിയേ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയി തനിച്ചിരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ നബിയേ? അത് ശരിയാണോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂർ ഒരുമിച്ച് കൂടിയ വിശ്വാസികള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പഠിച്ചിരിക്കണേ പഠിച്ചിരിക്കണേ. റസൂലുള്ളാഹി പറയുകയാണ്, ലാ, പാടില്ല സാബാ, പാടില്ല സാബാ, അൽ ഹംവു വൽ മൗത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനുമായി യാത്ര ചെയ്യുന്നതായി ഏത് പെണ്ണുണ്ടോ, ഏത് സഹോദരനുണ്ടോ, അത് പാടില്ലാത്തതാണ്, അത് മരണത്തിലേക്ക് എത്തിക്കുമേ, അത് ഹറാമാണ് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം ഭർത്താവ് നാട്ടിലില്ല, പ്രവാസ ലോകത്താണ്. തനിക്ക് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നുകൊണ്ട് ഭാര്യതാ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ട് കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ലയോ, ബൈക്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരില്ലയോ? ഹറാമല്ലയോ ഹറാമല്ലയോ? പഠിക്കണേ മുസ്ലിമേ, പഠിക്കണേ ഉമ്മമാരെ.